അപ്പോൾ കേൾക്കാം മനോഹരമായൊരനുഭവം. നമസ്കാരം ശ്രീകാന്ത് ചേട്ടാ. ത്രിമധുരം ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നീണ്ട 17 വർഷത്തിന് ശേഷമുള്ള എൻ്റെ ഗുരുവായൂരമ്പല ദർശനം. അവിടെ എനിക്ക് ഗുരുവായൂരപ്പൻ നൽകിയ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ലാസ്റ്റ് സെക്കൻഡ് സാറ്റർഡേ നൈറ്റാണ് നിർമ്മാല്യ ദർശനത്തിനായി ഞാൻ ഗുരുവായൂരിൽ പോയത്. പോവാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ടായില്ല. ഗുരുവായൂരപ്പൻ വിളിച്ചാൽ നമ്മളെ അവിടെ എത്തും, നോ മാറ്റർ വാട്ട്, എന്ത് തന്നെയായാലും. ഞാൻ 10 മണിയായപ്പോൾ ഗുരുവായൂരിലെത്തി. ഫ്രഷായി ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചു. ഒരു കവറിൽ ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള വസ്തുക്കളും പിന്നെ 2 വാലറ്റ്സ്, അതായത് പൈസ വെക്കുന്നത്, എൻ്റെയും അമ്മയുടെയും കയ്യിലുണ്ടായി. വിഷ്ണു സഹസ്രനാമവും നാരായണിയും പകർത്തി എഴുതിയ ബുക്കും. ഞങ്ങൾ കടയിൽ കയറി ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ പഴവും മഞ്ഞപ്പെട്ടും തുളസിമാലയും എല്ലാം മേടിച്ചു. 2 വാലറ്റിലായിട്ടാണ് ക്യാഷ് ഇട്ടിരുന്നത്. കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. നാരായണി എഴുതിയ ബുക്കും ബാക്കിയെല്ലാം സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ നന്നായി ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കണേയെന്നും നല്ലൊരു സന്തോഷമുള്ള അനുഭവം തരണേയെന്നും പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ക്യൂവിൽ നിന്നപ്പോഴാണ് വാലറ്റ് നഷ്ടമായ കാര്യം മനസ്സിലായത്. അവിടെ എല്ലാം പോയി നോക്കി, കണ്ടില്ല. അവിടെയുള്ള സെക്യൂരിറ്റി പോലീസിനോട് പറഞ്ഞു, കൺട്രോൾ റൂമിൽ പോയി പറഞ്ഞോളൂ, അവർ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ ക്ലോക്ക് റൂമിൽ പോയി അവിടെ പറഞ്ഞു, ക്ലോക്ക് റൂമിൽ നമുക്കൊരു ടോക്കൺ കാർഡ് കിട്ടും, അവിടെ വരുവാണെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ആകെ ടെൻഷൻ. തുലാഭാരത്തിനുള്ള ക്യാഷ്, വേറെ കുറച്ച് ക്യാഷ് അതിൻ്റെ ഉള്ളിലായിരുന്നു. പരീക്ഷയ്ക്കല്ലേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. ഞങ്ങൾ തുളസിമാല മേടിച്ച കടയിൽ പോയി ഒന്ന് ചോദിക്കാം, കിട്ടിയില്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എടുത്തോട്ടെ, അവിടെ വെച്ചല്ലേ നഷ്ടമായത്, സാരില്ല എന്ന് പറഞ്ഞു. കടയിൽ അവിടെ പോയി പറഞ്ഞു കേട്ടോ, ഇൻഫർമേഷൻ സെൻറ്ററിൽ കൂടി അറിയിച്ചോളൂ എന്ന് പറഞ്ഞു. കിട്ടുവാണെങ്കിൽ അവർ എടുത്തു വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇൻഫർമേഷൻ ഡെസ്കിൽ പറഞ്ഞപ്പോൾ ആ സെക്യൂരിറ്റി അങ്കിൾ ഇരുന്ന് ചിരിക്കുന്നു. വാലറ്റിൽ എന്തൊക്കെ ഉണ്ടായി എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു, വാലറ്റ് അവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടൻ കിട്ടിയിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഡെസ്കിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സെക്യൂരിറ്റി അങ്കിൾ പറഞ്ഞത് കേട്ടപ്പോൾ പറഞ്ഞു കേട്ടോ, ഞങ്ങളോട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷല്ലേ, അത് നഷ്ടാവില്ല എന്ന് പറഞ്ഞു. ഭാഗ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത്ഭുതമായിരുന്നു. ഗുരുവായൂരമ്പലത്തിൽ അത്രയും തിരക്കുള്ള സ്ഥലത്ത് നഷ്ടമായാൽ തിരിച്ചു ലഭിക്കുന്ന കാര്യം അസാധ്യമാണ് എന്നാണ് കരുതിയത്. വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ എല്ലാവരും. എന്തായാലും കംപ്ലയിൻസ് ഒക്കെ അവിടെയുള്ള സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടില്ല. ക്യൂവിൽ നിന്ന് 2 ചേച്ചിമാർ പറഞ്ഞു, ചേച്ചിമാരെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ വാലറ്റ് നോക്കാൻ പോയത് കേട്ടോ. തിരിച്ചു വന്നു, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തൊഴുതു പറഞ്ഞു കേട്ടോ, നമസ്കരിച്ചു. ക്യൂവിൽ നിന്നപ്പോൾ അവിടെ നിന്ന് ഇന്ദിര ചേച്ചി ത്രിമധുരം ഗ്രൂപ്പിലെ മെമ്പറാണെന്ന് പറഞ്ഞു. ചേച്ചിയാണ് പറഞ്ഞത് ത്രിമധുരത്തിൽ ഷെയർ ചെയ്യുമെന്ന്. അങ്ങനെ വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലി ക്യൂവിൽ നിന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ദ്വാദശിയായിരുന്നു. 11 മണിക്ക് രാത്രി ക്യൂവിൽ നിന്ന് ഞങ്ങൾക്ക് ഞായറാഴ്ച 5:30 ആണ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എത്താൻ സാധിച്ചത്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അത്ര നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നുവെങ്കിലും കേട്ടോ, ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ. കുറേ നേരം ഗുരുവായൂരപ്പനോട് സംസാരിച്ചും അവിടെ ഇരുന്ന് 17 വർഷത്തിന് ശേഷമാണ് എത്തിയതല്ലേ ഞാൻ. നീ ഇവിടെ ഇരുന്ന് പതുക്കെ പോയാൽ മതി എന്നാകും ഭഗവാൻ വിചാരിച്ചത്. എനിക്കെൻ്റെ സഹോദരനാണ് ഗുരുവായൂരപ്പൻ. ആങ്ങളയുടെ വീട്ടിൽ പെങ്ങള് ചെല്ലുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ 5:30 ആയപ്പോൾ ഉള്ളിൽ കയറി. എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ടായില്ല കേട്ടോ. ഞാൻ കണ്ടില്ല എങ്കിലും എന്നെ കാണുന്നുണ്ടാവുമല്ലോ ഭഗവാൻ, അത് മതി എനിക്ക് എന്ന് മനസ്സിൽ പറഞ്ഞു നിന്നു. ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ള മണ്ഡപത്തിൻ്റെ അടുത്ത് എത്താറായപ്പോൾ നട അടച്ചു. 2ാമത്തേത് ഞാനാണ് നിന്നത്. കുറച്ച് സമയം അവിടെ നിന്ന് ശരിക്കും കാണാനുള്ള സൗഭാഗ്യം നിന്നു. ഭഗവാൻ നട തുറന്നതും കുറച്ച് സെക്കൻഡ് എനിക്ക് നിന്നെ കാണാൻ സാധിച്ചു കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ പൂജ തൊഴാൻ കണ്ണിറയെ കണ്ട് തൊഴാൻ സാധിച്ചു. എനിക്ക് സംസാരിക്കാൻ ചെറിയ ഡിസബിലിറ്റി ഉണ്ട്. ഞാൻ ഗുരുവായൂരപ്പനോട് എപ്പോഴും പറയും, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും പാപം ചെയ്ത് കാണും, അതായിരിക്കും ഞാൻ ഈ ജന്മം ഇങ്ങനെ ജനിച്ചത് എന്ന്. ഈ ജന്മത്തിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, എന്നാലും ചെറിയ പരിമിതികളൊക്കെ ഉണ്ട്. ആ നിമിഷം എൻ്റെ മനസ്സിൽ ഒരു കാര്യം, കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും എന്തോ നല്ലത് പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഭഗവാനെ കാണാൻ സാധിച്ചത്. പിന്നെ തുളസിമാലയും കദളിയും സമർപ്പിക്കാൻ സാധിച്ചു കേട്ടോ. താങ്ക് യു സോ മച്ച് എന്നല്ലാതെ എനിക്കൊന്നും പറയാനുണ്ടായില്ല. 12 നമസ്കാരം ചെയ്യാൻ സാധിച്ചു. തുലാഭാരം ചെയ്യണം എന്നുണ്ടായിരുന്നു, തിരക്ക് കാരണം സാധിച്ചില്ല. ഈ പെങ്ങളെ നല്ല രീതിയിൽ എൻ്റെ പൊന്നുണ്ണി നോക്കി, നല്ല അനുഭവങ്ങൾ നൽകി അനുഗ്രഹിച്ചു. തിരിച്ച് വീട്ടിലെത്തിച്ചു മനോഹരമായിട്ട്. എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ സന്തോഷത്തിനായി വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. കുറച്ചധികമായി, എന്നോട് ക്ഷമിക്കണേ എല്ലാവരും. ലോകത്തിലെ എല്ലാവരെയും സർവ്വചരാചരങ്ങളെയും ഗുരുവായൂരപ്പൻ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്താ കഥ. ഇന്നത്തെ അനുഭവങ്ങളൊക്കെ ഒന്നിനൊന്നിന് ഗംഭീരാണല്ലോ ഭഗവാനെ. എന്താ പറയേണ്ടത് എന്നറിയില്ല. ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ.
വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ആവുക. എന്നിട്ട് മാത്രം അനുഭവങ്ങൾ അയക്കുക കേട്ടോ. എങ്കിലേ നിങ്ങളുടേത് വേഗത്തിൽ വായിക്കാൻ സാധിക്കുള്ളൂ. ഇല്ലേ 1 മാസം, 1.5 മാസമൊക്കെ കഴിയും. കാത്തിരിക്കേണ്ടി വരും. ഹരേ കൃഷ്ണ.